എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ അഡീനിയം കളക്ഷൻസിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 6 വീഡിയോകളും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 6 വീഡിയോകളുടെയും ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഇനി ഈ 7ാമത്തെ വീഡിയോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഓൾറെഡി നമ്മളത് നമ്മുടെ ഈ പ്ലേലിസ്റ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ആദ്യത്തെ 6 വീഡിയോകൾ നോർമൽ മീൻസ് സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റൽ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെത്തി കുറച്ച് വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന കളറുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ ആദ്യത്തെ 6 വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനിയുള്ള 4 വീഡിയോകളെന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് പ്രീമിയം കളക്ഷൻസാണ്, അല്ലെങ്കിൽ പ്രീമിയം വെറൈറ്റി കളക്ഷൻസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ 1ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കളറാണ്. അത് കണ്ടാൽ മനസ്സിലാകും. പെറ്റൽസിൻ്റെ എൻഡിൽ വൈറ്റ് കളറ്, അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഡാർക്ക് ബ്ലാക്ക്, പ്രോപ്പർ ബ്ലാക്ക് അല്ല, അത് ഒരു ഡാർക്ക് ബ്ലാക്കും ഒരു വയലറ്റും ഒക്കെ കൂടി ചേർന്നൊരു ഡാർക്ക് കളറ്. അതിൻ്റെ സെൻറ്റർ ഏരിയയിൽ ഡാർക്ക് പിങ്ക് നിറത്തിൽ ലൈനുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്റ്റാർ ഫ്ലവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഈ പ്ലാന്റിനുള്ളത്. അടുത്ത 2ാമത്തത് ഒരു പെയിൻറ്റിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു നമ്മുടെ റോസാപ്പൂ പോലെ ഇരിക്കുന്നൊരു ഫ്ലവറാണ്. ഓൾമോസ്റ്റ് മഞ്ഞ നിറത്തിൽ സെൻറ്ററിൽ ഓരോ ഇതളിൻ്റെയും സെൻറ്ററിലൂടെ റെഡ് കളർ ലൈൻ വരുന്ന ഒരു പിങ്ക് നിറം സ്പ്രെഡായിട്ടുള്ള ഏറ്റവും പുറം പെറ്റലുകളിൽ റെഡ് കളർ ഫുള്ളായിട്ട് ഇഴുകി ചേർന്ന് വരുന്ന ഭംഗിയിലുള്ള ഒരു തരം പൂവാണ് ഈ പ്ലാന്റിനുള്ളത്. 3ാമത്തത് യെല്ലോയും റെഡും തന്നെയാണ്. റെഡ് സെൻട്രൽ ലൈനും ഉണ്ട്, കോറൽ ഡിസൈൻ പോലെ ഇങ്ങനെ സ്പ്രെഡായി വരുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ഫ്ലവറാണിത്. അടുത്തതൊരു റെഡും ഒരു ഡാർക്ക് റെഡും വൈറ്റും ബ്രൗണും ഒക്കെ കൂടി കലർന്ന വളരെ ഭംഗിയുള്ളൊരു ഒരു ഫ്ലവറാണ് ഈ പ്ലാന്റിനുള്ളത്. അടുത്തത് ഇത് കറക്റ്റ് വയലറ്റ് ഡാർക്കാണ്, പക്ഷേ ഇത് നമ്മൾ കൊഴിഞ്ഞു പോകാനുള്ള ഒരു സമയമാകുമ്പോഴേക്കും ഇത് കറുത്ത നിറമായിട്ട് മാറും. അങ്ങനെയുള്ളൊരു ഭംഗിയുള്ള പൂവാണ്. അടുത്തതൊരു മഞ്ഞയാണ്. പക്ഷേ ഈ മഞ്ഞ നമ്മൾ എന്തുകൊണ്ട് എക്സോട്ടിക് കാറ്റഗറിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ പെറ്റൽസിൻ്റെ എണ്ണമാണ് പ്രധാനം. നമ്മൾ സാധാരണ മുൻപൊക്കെ 2 പെറ്റൽസ് 3 പെറ്റൽസ് ഉള്ളത് കണ്ടിട്ടുള്ളത്. ഇതിൽ 6-7 പെറ്റൽസ് ഉണ്ട്. 6-7 തട്ടുകളായിട്ടാണ്, 6-7 പെറ്റൽസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫ്ലവർ ഉള്ളത്. അടുത്തതൊരു എന്താ പറയുക, ഒരു റെഡും കാപ്പിപ്പൊടിയൊക്കെ കൂടി ചേർന്ന് വൈറ്റ് കളറും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ട്രൈ കളർ ഫ്ലവറാണ്. അടുത്തതൊരു റെഡും യെല്ലോയും ഒക്കെ കൂടി ചേർന്നതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെയും സെൻട്രലിലൂടെ റെഡ് ലൈനുണ്ട്. ഇതും ഒരു 4-5 തട്ടോളം പെറ്റൽസുള്ള ഒരു ഭംഗിയുള്ള കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റാണ്. ഇത് കറുത്ത നിറമല്ല, പ്രോപ്പർ കറുപ്പല്ല, ഇത് ഡാർക്ക് വയലറ്റും ഒരു കറുപ്പും കൂടി മിക്സായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഫ്ലവറാണ്. അതിൻ്റെ അതിൻ്റെ പെറ്റൽസിൻ്റെ എഡ്ജിലോട്ട് വൈറ്റ് കളർ പടർന്നു വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറാണ് ഈ പ്ലാന്റിനുള്ളത്. അടുത്ത് ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പ്രോപ്പർ റെഡല്ല, റെഡും പിങ്കും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കളറാണ്. അതിൽ വൈറ്റും യെല്ലോയും ഒക്കെ കൂടി ചേർന്ന ഒരു ട്രൈ കളർ, ഒരു 2-3 കളർ ചേർത്തിട്ടുള്ള ഒരു ട്രൈ കളർ ഫ്ലവറാണ് ഈ പ്ലാന്റിനുള്ളത്. അടുത്തത് കാഴ്ചയ്ക്ക് തന്നെ ഒരു പെയിൻറ്റിങ് പോലെ നേരത്തെ പറഞ്ഞ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. റെഡും വൈറ്റുമാണ്. പക്ഷേ എന്താ പറയുക, ഓരോ പൂവിനും നമുക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള, ചിലപ്പോൾ ഒരു പെറ്റലിൽ വൈറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരു പെറ്റലിൽ റെഡ് കൂടുതലായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ പർട്ടിക്കുലർ പ്ലാന്റിനുള്ളത്. അടുത്തതൊരു യെല്ലോ പ്ലസ് റെഡാണ്. നേരത്തെയൊക്കെ കണ്ടത് ഒരു വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നേരത്തെ നമ്മൾ ഇതിനെ സെയിം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ റെഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്, യെല്ലോ വളരെ കുറവാണ്. നേരത്തെ പോലെ തന്നെ കോറൽ ഡിസൈനാണ്, ഇങ്ങനെ സ്പ്രെഡായി വരുന്ന റെഡ് ഇങ്ങനെ സ്പ്രെഡായി വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഫ്ലവറാണ്. അടുത്തത് കാഴ്ചയ്ക്ക് തന്നെ ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ഫ്ലവറാണ്. എനിക്കിപ്പോൾ ഇത് ഇൻ്റെ കളറാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ സെൻട്രൽ നിന്ന് പുറത്തേക്ക് മഞ്ഞയുടെ അളവ് കുറഞ്ഞു വരികയും ഏറ്റവും പുറകിലത്തെ ഈ പെറ്റൽസിലൊക്കെ ഒരു കുറച്ച് എന്താ പറയുക റെഡും അല്ല ബ്ലാക്കും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ബ്ലഡിഷ് റെഡ് കളറ് കറുപ്പുമായിട്ട് മിക്സ് ചെയ്താൽ വരുന്ന ഒരു ടൈപ്പ് കളറാണിത്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറാണ് കൂടുതലെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ഫ്ലവറാണിത്. അടുത്തത് ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനാണ്, സിംഗിൾ പെറ്റലാണ്, ബട്ട് ഇറ്റ് ഈസ് ഓസം. അത്രയ്ക്ക് ഭംഗിയുണ്ട്. വൈറ്റിൽ
വൈറ്റിൻ്റെ ഉള്ളിലേക്ക് റെഡ് ഇങ്ങനെ കയറി വരുന്നത് പോലുള്ള ഒരു ടൈപ്പ് ഫ്ലവറാണ്. സെൻട്രൽ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണ്. അടുത്തത് ബ്ലാക്കും റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഫ്ലവറാണ്. അതിൻ്റെ എഡ്ജുകളിലേക്ക് വൈറ്റ് കയറി വരുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ഫ്ലവർ. അടുത്തത് ഫുൾ വൈറ്റ് ഫ്ലവറാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു റെഡ് ബ്രൗണിഷ് ഭംഗിയുള്ളൊരു ടൈപ്പ് ഒരു ഡിസൈൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സിംഗിൾ പെറ്റലും ഒരു ഡബിൾ പെറ്റലും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇത് 4 പെറ്റൽസ് ഉള്ള ഒരു ടൈപ്പ് ഫ്ലവറാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെയൊക്കെ ഈ പെറ്റൽസിൻ്റെ എൻഡിൽ എല്ലാ ഫ്ലവറിലും അല്ല, ചില പെറ്റൽസിൻ്റെയൊക്കെ എൻഡിലും കൂടി ഈ കളർ വരും. ഇതിൽ കാണുന്ന ഒരു ബ്രൗണിഷ് കളറ് പെറ്റൽസിൻ്റെ എൻഡിലും വരും. ഇപ്പോൾ ഈ ഫ്ലവറിൽ അത് വ്യക്തമല്ല. അങ്ങനെയുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. അടുത്തൊരു യെല്ലോ ഫ്ലവറാണ്. പ്രോപ്പർ യെല്ലോ അല്ല, യെല്ലോയിൽ നിന്ന് ഒരു നമ്മുടെ ഇലയുടെയൊക്കെ ഒരു ഡിസൈൻ പോലുള്ള ഒരു ഭംഗിയുള്ളൊരു കോറൽ ഡിസൈനിൽ ഈ നമ്മുടെ വെയിൻസൊക്കെ പോലെ ഞരമ്പൊക്കെ പോലെ ഒരു ഭംഗിയുള്ളൊരു ഡിസൈനിൽ റെഡ് കളർ സ്പ്രെഡായി വരുന്നൊരു ടൈപ്പ് ഫ്ലവറാണിത്. അടുത്തത് യെല്ലോ റെഡ് തന്നെയാണ്, പക്ഷേ റെഡിൻ്റെ അളവ് വീണ്ടും കൂടി വരുന്നൊരു ഭംഗിയുള്ള ഡിസൈനാണ്. അടുത്തതൊരു വയലറ്റും പിങ്കും കറുപ്പും വെള്ളയും ഒക്കെ കൂടി ചേർന്നൊരു 4-5 കളർ ചേർന്നിട്ടുള്ള ഒരു ഭംഗിയുള്ള നല്ല രസമുള്ള കളറാണ് കേട്ടോ ഇത്. അടുത്തത് ഒരു റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്യുന്ന കളറാണ്. നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഫ്ലവറുകളുടെയൊക്കെ പെറ്റലിൻ്റെ അടിവശം നല്ല ഡാർക്ക് റോസ് കളറാണ്, ഒരു ഡാർക്ക് റെഡിഷ് റോസ് കളറാണ്. പെറ്റലിൻ്റെ ഉൾവശം മഞ്ഞയും അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോറൽ ഡിസൈൻ, ഒരു നമ്മൾ പെയിൻറ്റിങ് എന്താ പറയുക, നമ്മളൊരു ഈ ഇലയുടെയൊക്കെ ഡിസൈൻ പോകുന്നത് പോലെ ഭംഗിയുള്ള രീതിയിൽ റെഡ് ഇങ്ങനെ സ്പ്രെഡായി വരുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് ഈ പ്ലാന്റിനുള്ളത്. അടുത്തതൊരു ബ്ലാക്ക് കളർ ഫ്ലവറാണ്. പ്രോപ്പർ ബ്ലാക്ക് അല്ല, ബ്ലാക്കിൽ വൈറ്റും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ എഡ്ജസിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറാണ്. ഇതൊരു വൈറ്റ് പ്ലസ് യെല്ലോ പ്ലസ് റെഡ് പ്ലസ് ബ്ലാക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു 4 കളർ ചേർന്ന് വരുന്ന ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഇതിൽ കാണുന്നത് പോലെ ഈ ചെടിയിൽ ഒത്തിരി ഫ്ലവർ ഒരുമിച്ച്. അടുത്തത് ഒരു റെഡ് യെല്ലോ മിക്സാണ്. നേരത്തെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ യെല്ലോയിൽ റെഡ് കയറി വരുന്ന രീതിയായിരുന്നു. ഇവിടെ കുറച്ച് വ്യത്യാസമാണ്. ഇവിടെ റെഡ് കളർ ഫ്ലവറിൽ യെല്ലോ കയറി വരുന്ന രീതിയിൽ യെല്ലോ തന്നെയാണ് സെൻട്രൽ ലൈൻ. ആ രീതിയിലാണ് ഈ പ്ലാന്റിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും പുറകിലെ ഇതളുകളിലൊക്കെ ഡാർക്ക് റെഡായി വരും. ഇത് പൂക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല, ഇത് കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. പൂക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലൈറ്റായിരിക്കും. ഇത് മെച്ചുവേർഡായി വരുന്നതനുസരിച്ച് പുറം പെറ്റൽസ് ഡാർക്ക് റെഡിലോട്ട് മാറും. അങ്ങനെയുള്ളൊരു ഫ്ലവറാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ റെഡ് കളറിലുള്ള കുറച്ച് പൂക്കൾ നമ്മൾ ചില പ്ലാന്റ്സിൽ കണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ പെറ്റൽസിൻ്റെ ഒരു രൂപമാണ്. നേരത്തെ കണ്ടതുപോലെയല്ല. പെറ്റൽസ് ഒരു ചെറിയ ഭംഗിയുള്ള കുഞ്ഞു പെറ്റൽസ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്തതൊരു മഞ്ഞയിൽ ഒരു പിങ്ക് കലർന്ന മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഫ്ലവറാണ്. സെൻട്രൽ കൂടി ഡാർക്ക് ബ്രൗണിലുള്ള ലൈനും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കടലുള്ള ഒരു അഡീനിയം ഫ്ലവേഴ്സിനെ പോലെയല്ല, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ക്ലാസ് ഫ്ലവറാണിത്. അടുത്തതൊരു യെല്ലോയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലൊരു ഒരു സെയിം ഫ്ലവർ നമ്മളൊരു 1-2 പ്ലാന്റ്സിന് മുമ്പ് കണ്ടു. പക്ഷേ അവിടെ പ്രത്യേകത, അവിടെ റെഡിൽ യെല്ലോ ലൈനായിരുന്നു. ഇവിടെ യെല്ലോയിൽ റെഡും ഡിസൈനുമാണ്. ഇതും കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. പൂക്കുന്ന സമയത്ത് കുറച്ചുകൂടി മഞ്ഞയായിരിക്കും. ഇത് കുറച്ച് മെച്ചുവേർഡായി വരുന്നതനുസരിച്ച് ഏറ്റവും പുറകിലത്തെ ലെയറിലുള്ള പെറ്റൽസിൽ ഡാർക്ക് റെഡ് കളറിലോട്ട് പോവുകയും ഏറ്റവും അകത്തേക്ക് വരുമ്പോൾ ആ റെഡിൻ്റെ അളവ് കുറഞ്ഞ് മഞ്ഞയിലോട്ട് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൽ വരുന്നത്. അടുത്തത് കാഴ്ചയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കള്ളിമുള്ളി ചെടിയൊക്കെ പോലത്തെ ഒരു ഇലയാണെന്ന് തോന്നും. പക്ഷേ ഇറ്റ് വാസ് ഓസം. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഈ പൂ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ എന്താ സംഭവമെന്ന്. ഇത് കണ്ടു കഴിഞ്ഞാൽ പച്ച കളറിൽ ഒരു ഇല ഇരിക്കും പോലെ തന്നെ ഇല കൊണ്ടൊരു പൂ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതിൽ പ്രോപ്പർ സെൻറ്ററിൽ നിന്ന് ഒരു ബ്രൗൺ കളർ ലൈനുണ്ട്. ബാക്കിയൊക്കെ ഗ്രീൻ കളർ പൂവാണ്. നല്ല രസമാണ് കേട്ടോ. അടുത്തത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ഓൾറെഡി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. പക്ഷേ സാധാരണ നമ്മുടെ വെരിഗേറ്റഡ് അഡീനിയം പ്ലാന്റ്സിനെ പോലെയല്ല. അത്രയും നേരം നമ്മൾ കാണിച്ച എല്ലാത്തിലും നമ്മൾ മാക്സിമം ഫ്ലവേഴ്സാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് ഇതിൽ മാക്സിമം ഒരു പ്ലാന്റായിട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെരിഗേറ്റഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഇലകൾ പച്ച കളറും ഈ പൂവിനോട് ചേർന്ന് വരുന്ന ഇലകൾ വെള്ള കളറും പൂവ്
റെഡും വൈറ്റും കൂടി ചേർന്ന് മിക്സ് ചെയ്തൊരു നല്ല സൂപ്പർ ഫ്ലവർ ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ വെള്ള കളർ ഇലകൾ, ഈ പൂവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വെള്ള കളർ ഇലകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ഗ്രീനായി അങ്ങനെ പോവും. ആ രീതിയിലാണ് എന്ന് പറഞ്ഞത്. ഒരു ഇല ഉണ്ടാകുന്ന സമയത്ത് ആ ഇല വൈറ്റ് കളറായിരിക്കും. വൈറ്റിലൊരു ചെറിയ റെഡ് കലർന്ന പോലത്തെ കാഴ്ചയ്ക്ക് ഈ പൂവിൻ്റെ തന്നെ ഭംഗിയുള്ള ഒരു ഇലയാണ്. അത് കഴിഞ്ഞാൽ ഇല കുറച്ച് മെച്ചോർഡ് വരുന്നതനുസരിച്ച് ഇല പച്ച കളറായിട്ട് മാറും. അങ്ങനെ ഇലയിലും പൂവിലും വെറൈറ്റിയാണ് ഈ പർട്ടിക്കുലർ പ്ലാന്റ്. അടുത്തത് ഓൾറെഡി നമ്മുടെ പോസ്റ്ററിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. ഒരു ട്രൈ കളർ പ്ലാന്റാണ്. നല്ല ഡാർക്ക് ബ്ലാക്കും വയലറ്റും കൂടി ചേർന്നൊരു കളറും പിങ്കും വെള്ളയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു 4-5 തട്ടുള്ള ഫ്ലവറാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പുറകിലത്തെ ലെയറിൽ ഡാർക്ക് റെഡ് കളറും അകത്തേക്ക് വരുന്നതനുസരിച്ചിട്ട് യെല്ലോയുടെ അളവ് കൂടി സെൻറ്ററിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി യെല്ലോ ഉണ്ട്. പക്ഷേ റെഡിൻ്റെ ആഭിമുഖ്യം വളരെ കൂടുതലാണ് ഈ ഫ്ലവേഴ്സിൽ. അടുത്തത് ഇതും ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. സെൻറ്ററിലോട്ട് യെല്ലോയും ഏറ്റവും പുറകിലത്തെ ലെയറിലോട്ട് പിങ്ക് കളറുമുള്ള പിങ്ക് യെല്ലോ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നിങ്ങളെ മനം നയിക്കുന്നൊരു സൂപ്പർ കളറാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ പ്ലാന്റാണ്. അടുത്തതൊരു വൈറ്റും റെഡും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡബിൾ പെറ്റൽ ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തതൊരു സൂപ്പർ ഡിസൈനാണ്. ഇതും ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. പൂക്കുമ്പോൾ ഒരു ലൈറ്റ് പിങ്കാണ്. പിങ്കാണോ എന്ന് ചോദിച്ചാൽ പിങ്കല്ല, വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റും അല്ല. ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു കളറാണ്. അതിൻ്റെ ഏറ്റവും പുറകിലത്തെ ലെയറിലുള്ള പെറ്റൽസൊക്കെ റെഡിഷ് കളറിലോട്ട് കൺവേർട്ട് ആവും. ഇതിൻ്റെ പൂ മെച്ചുവേർഡ് ആവുന്നതനുസരിച്ച് അങ്ങനെയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് നമ്മുടെ സെൻറ്ററിൽ പിങ്ക് വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള ലൈനും ഇതിൻ്റെ ഇതളുകളുടെ 2 വശവും ഡാർക്ക് ഒരു കറുപ്പും പ്രോപ്പർ കറുപ്പല്ല, റെഡും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് കളറാണ് വരുന്നത്. ഇത് 5 പെറ്റലാണ്. അതിൻ്റെ ഏറ്റവും അകത്തുള്ള 2 പെറ്റൽ വളരെ കുഞ്ഞു പെറ്റലാണ്. ഒരു വ്യത്യസ്തമായ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്തൊരു തരം അഡീനിയം പ്ലാന്റാണിത്. നേരത്തെ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ കണ്ടു ഈ കളർ ചേഞ്ചിങ് ഒക്കെ പോലുള്ള. ഇവിടെ പക്ഷേ വ്യത്യാസം, ഇതിൽ യെല്ലോയും റെഡിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ റെഡ് പ്രോപ്പർ റെഡ് അല്ല, ഒരു റോസ് റെഡാണ്. അതാണ് ഇതിലെ വ്യത്യാസം. ഇതും ഒരു 4 to 5 പെറ്റൽസ് ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റാണ്. കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് റെഡും ഏറ്റവും പുറകിലത്തെ ലെയറിലുള്ള റെഡ് ഡാർക്കും ഉള്ളിലേക്ക് പോകുമ്പോൾ യെല്ലോയുടെ ആഭിമുഖ്യം കൂടി വരുന്ന ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ പ്ലാന്റാണ് നമ്മളിപ്പോൾ ഈ കണ്ട റെഡ് യെല്ലോ മിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പർട്ടിക്കുലർ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ഒരു വളർച്ചയുടെ അടിസ്ഥാന ഘടകമാണല്ലോ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വളരെ ഭംഗിയുള്ള രീതിയിൽ പുതിയ രൂപത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനി 3 വീഡിയോസ് കൂടിയാണ് കളക്ഷൻസിലുള്ളത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കളക്ഷന് പുറമേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടെത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. അതിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ നമ്മളോടൊപ്പം ചേർന്ന് നിന്നതിന് നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.